പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ സെഗ്മെൻ്റ് ആകുന്നു. നിങ്ങളുടെ ഈ ആഴ്ചയിൽ ഈ ഒരു വാരകാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. മേടം മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ചാരവശാലുള്ള മാറ്റവും അതിൻ്റെ ശുഭാശുഭങ്ങളും ഓരോ രാശിക്കാർക്കും എപ്രകാരമാണെന്നാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 വൃശ്ചിക മാസം 4-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള, അതായത് 2024 നവംബർ മാസം 19-ാം തീയതി മുതൽ 25 തീയതി വരെയുള്ള, ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാകുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് തുലാം രാശിക്കാരുടെ ഈ ഒരാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ തുലാം രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, 3-ാം ഭാവത്തിൽ ശുക്രൻ, 5-ാം ഭാവത്തിൽ ശനി, 6-ാം ഭാവത്തിൽ രാഹു, അഷ്ടമത്തിൽ വ്യാഴം ഇടവൻ രാശിയിൽ വക്രിയായി സഞ്ചരിക്കുന്നു. 9-ാം ഭാവത്തിൽ ചന്ദ്രൻ, 10-ാം ഭാവത്തിൽ ചൊവ്വ, 12-ാം ഭാവത്തിൽ കേതു. രാശിധിപനായ ഗ്രഹം ശുക്രൻ 3-ാം ഭാവത്തിൽ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു. പാപഗ്രഹങ്ങൾക്ക് 3-ാം ഭാവം വളരെ ശുഭമാണ്. പക്ഷേ ശുഭഗ്രഹങ്ങൾക്ക് 3-ാം ഭാവം അത്ര ശുഭമായി പറഞ്ഞിട്ടില്ല. വിദ്വാൻ സുവാക്യ കൃപണഹ എന്നാണ് 3-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ഫലം പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് മറ്റൊരു ശുഭഗ്രഹമായ ബുധൻ 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ഗുണമാണ്. ആ ബുധൻ ഇവിടെ പ്രബലഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഈ ശുക്രൻ്റെ ഒരു വാരം ദുർബലമായ 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് ലഗ്നാധിപന് അത്ര ഗുണമല്ല. കർമാധിപനായ ചന്ദ്രൻ 9-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ആ ചന്ദ്രനവിടെ സൗഭാഗ്യാത്മജ മിത്രബന്ധു ധനഭാഗ്, സൗഭാഗ്യങ്ങൾ, സന്താന ശ്രേയസ്, പുതിയ ബന്ധുക്കൾ, പുതിയ സുഹൃത്തുക്കൾ, ഇതൊക്കെ കർമ്മമേഖലയിൽ പ്രദാനം ചെയ്യും. 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ബലവാനാണ്. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ആശ്രയഫലവും അത്ര ശുഭമല്ല. ഭാവഫലത്തിലും പറഞ്ഞിരിക്കുന്നത് രതി സ്ത്രീജനെ തസ്തിനോ ബന്ധുനാശോ ഗുരുർ യസ്യ ദുശ്ശിൽക്കോ ദാനവാനാം ന പൂർണ്ണോഭവേൽ പുത്രസൗഖ്യേപി സേനാപതിർ കാതരോ ദാനസംഗ്രാമകാലേ. യുദ്ധത്തിലും ദാനത്തിലും 3-ൽ ശുക്രൻ വരുമ്പോൾ ഭയന്ന് പിന്മാറുമെന്നാണ്. ദാനം ചെയ്യാൻ ആഗ്രഹിച്ചാൽ പിന്നെ ദാനം ചെയ്യാതെ തിരിച്ചു വരും. യുദ്ധത്തിൽ സർവ്വസന്നാഹത്തോടുകൂടി പോയാലും യുദ്ധത്തിന് മുന്നേ തന്നെ ഭീരുവായിട്ട് തിരിച്ചു വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാതർഹ എന്ന സംസ്കൃത വാക്കിനർത്ഥം ഭീരു, ഭയചകിതനാവുക എന്നാണ്. അതേ രീതിയിൽ സ്ത്രീജനങ്ങളിൽ രതി കുറയുമെന്നൊരു ഫലവുമുണ്ട്. ഇവിടെ ദാമ്പത്യം, 7-ാം ഭാവം, ഭാര്യാഭർത്തൃ ബന്ധം ചിന്തിക്കേണ്ടുന്ന ചൊവ്വ നീചസ്ഥനായി നിൽക്കുകയാണ്. അതിനാൽ ദാമ്പത്യ സൗഭാഗ്യങ്ങൾ ഈ വാരം അത്ര ശുഭമാകണമെന്നില്ല. 3-ലെ ശുക്രൻ സഹോദരങ്ങൾക്ക് ഗുണമാകും. പക്ഷേ സഹോദരപതിയായ ഗ്രഹം വ്യാഴം ഇന്ന് ദുർബലമായി നിൽക്കുകയാണ് അഷ്ടമത്തിൽ. കർമ്മമേഖലയിൽ ഞാൻ സൂചിപ്പിച്ചു, എന്തെങ്കിലും അനുകൂലമായ സമയങ്ങളൊക്കെ വരുന്നുണ്ട്. 2-ാം ഭാവത്തിൽ സൂര്യബുധന്മാർ നല്ലതാണ്. 2-ൽ സൂര്യൻ ലാഭാധിപനായി ധനസ്ഥാനത്ത് നിൽക്കുന്നു, അത് നല്ലതാണ്. ധനേയസ്യ ഭാനുർസ ഭാഗ്യാധികസ്യാത് ചതുഷ്പാസുഖം സദ്വേയ സംജയാതി. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ നല്ല ഭാഗ്യത്തെ പ്രദാനം ചെയ്യുമെന്നാണ്. നല്ല കാര്യങ്ങൾക്കായി കാശ് ചെലവാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചതുഷ്പാസുഖം, വാഹനസുഖത്തിന് അനുകൂലമായ സമയമാണ്. ഈ രാശി, തുലാൻ രാശി, ഇന്ന് ഊർധ്വമുഖ രാശിയാണ്. ഊർധ്വമുഖ രാശിയാകുമ്പോൾ എന്തെങ്കിലും ധനപരമായ വിഷയത്തിൽ നല്ല തീരുമാനങ്ങളാകാം, വാഹന സുഖങ്ങളാകാം. അതുമാത്രമല്ല, ഭൂമിയുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിലും പ്രായണ അനുകൂലമായ സ്ഥിതിയാണ്. വിദേശത്തേക്ക് ടെക്നിക്കൽ സ്റ്റാഫായി ജോലി ചെയ്യുന്നവർക്കും ഈ വാരം വളരെ നല്ലതാണ്. കാരണം യാത്രാപതിയായ ഗ്രഹം ചൊവ്വ 10-ാം ഭാവത്തിൽ ദിഗ്ബലവാനായി നിൽക്കുന്നു. ആ ഗ്രഹത്തിന് മൗഢ്യമാകട്ടെ, പക്ഷെ കർക്കിടകത്തിലെ ചൊവ്വയ്ക്ക് നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ചാന്ദ്രർത്ഥവാൻ സലിലയാന സമാർജിത സ്വഹ, ധനവാനാകും, കടൽ കടന്നു പോയി കാശുണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശാരീരികമായ വൈകല്യങ്ങൾ ശ്രദ്ധിക്കണം. പാദങ്ങൾക്കുണ്ടാകുന്ന പരിക്ക്. സ്വതവേ തുലാൻ രാശിക്ക് ഹീനാംഗ, അംഗത്തിന് ഹീനത്വം വരുന്ന ഒരു രാശിയാണ്.
അതിനാൽ പാദങ്ങൾക്കുള്ള പരിക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ വാരത്തെ ദോഷങ്ങൾക്ക് പരിഹാരമായി ലഗ്നാധിപനായ ശുക്രനെ ബലപ്പെടുത്താൻ ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച വിളക്കുമാല പായസം വഴിപാടായി ചെയ്യും. സഹായികളെ കൊണ്ട് സഹോദരങ്ങളെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. കാരണം വ്യാഴം അഷ്ടമഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല, പാൽപ്പായസം, സുദർശന പുഷ്പാഞ്ജലിയും വഴിപാടായി ചെയ്യുക. എല്ലാ തുലാം രാശി പ്രേക്ഷകർക്കും നല്ല ശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് വൃശ്ചികം രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. വൃശ്ചികം രാശി എന്നാൽ വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ പെടുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇന്ന് വൃശ്ചികം രാശിക്കാർക്ക് രാശിയിൽ സൂര്യനും ബുധനും, 2-ാം ഭാവത്തിൽ ശുക്രൻ, 4-ാം ഭാവത്തിൽ ശനി, 5-ാം ഭാവത്തിൽ രാഹു, 7-ൽ വ്യാഴം, അഷ്ടമത്തിൽ ചന്ദ്രൻ, 9-ാം ഭാവത്തിൽ ചൊവ്വ, 11-ാം ഭാവത്തിൽ കേതു. ഇവിടെ വൃശ്ചികം രാശിക്കാർക്ക് മാത്രം പറഞ്ഞൊരു ഫലമാകുന്നു ജനക ഗുരുവിയുക്ത ശൈശവേ വ്യാധിത എന്ന ഫലം. കുട്ടിക്കാലത്ത് രോഗാദ്യ അരിഷ്ടതകൾ കൊണ്ട് ബുദ്ധിമുട്ടും വൃശ്ചികം രാശിക്കാർ. ജനക ഗുരു വിയുക്ത, തൻ്റെ പിതാവിനെയും ഗുരുക്കന്മാരെയും വിട്ടുനിൽക്കുന്നൊരവസ്ഥയുണ്ടാകും. ഇവിടെ പ്രത്യേകിച്ച് അച്ഛന് ചെറിയൊരു സമയദോഷം ഈ രാശിയിൽ കാണുന്നുണ്ട്. കാരണം വൃശ്ചികം രാശിയുടെ അധിപൻ, ഭാഗ്യാധിപൻ, പിതാവ്, പൈതൃകം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ചന്ദ്രൻ ദുർബലമായി 8-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ അച്ഛൻ്റെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ചന്ദ്രൻ മാതൃകാരകനാണ്. അതിനാൽ പാരൻ്റൽ ഹെൽത്ത് ബോത്ത് ഫ്രം ഫാദേഴ്സ് സൈഡ് ആൻഡ് മദേഴ്സ് സൈഡ്, അച്ഛൻ്റെയും അമ്മയുടെയും സൈഡിൽ ശ്രദ്ധിക്കുക. ഗൃഹനിർമ്മാണത്തിന് ഇപ്രായണ അനുകൂലമായ സമയമാണ്. നല്ല വാക്കുകൾ സംസാരിച്ച് ധനം നേടാം. ഈ വാരം സ്വതവേ പലരുടെയും പ്രശ്നങ്ങൾക്കൊക്കെ പരിഹരിക്കാൻ ലഗ്നത്തിലെ ബുധൻ പ്രാപ്തനാണ്. അതൊരു നിപുണ യോഗം ചെയ്തു നിൽക്കുന്നു. ബുധന് വ്യാഴദൃഷ്ടിയാണ്. അതിന് മാനവശ്രേഷ്ഠ യോഗമെന്ന് പറയുന്നു. അതിനാൽ പ്രവാചകന്മാർ, പ്രചാരകന്മാർ, മതമേലാധ്യക്ഷന്മാർ, വാക്കുകൾ കൊണ്ട് ജീവിക്കുന്നവർ, ഇവർക്കൊക്കെ തന്നെ ഈ ഒരു വാരം വളരെ ഗുണമാണ്. കാരണം യാത്രാപതിയായ ഗ്രഹമാണ് വാക്സ്ഥാനത്ത് നിൽക്കുന്നത്. യാത്രയിലൂടെ സംസാരിച്ച് കാശുണ്ടാക്കാം. 2-ലെ ശുക്രൻ മുഖം ചാരുഭാഷം മനീഷാഭി ചാർവി സുഖം ചാരുചാരുണി വാസാംസ്യതസ്യ. ചാരുഭാഷം, മനോഹരമായി സംസാരിക്കുന്ന മുഖമുണ്ടാകുന്നു. മനീഷാഭി ചാർവി, തനിക്ക് ബുദ്ധി നന്നായി ഉപയോഗിക്കാൻ കഴിയുന്നു. തനിക്ക് നല്ല വസ്ത്രങ്ങൾ, അധികാരങ്ങൾ ലഭിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ശരീരം കണ്ട്, സൗന്ദര്യം കണ്ട് ആരാണ് മോഹിക്കാത്തതെന്നാണ് ചമത്കാര ചിന്താമണി ചോദിക്കുന്നത്. അതിനാൽ സൗന്ദര്യം കൊണ്ടും സാമീപ്യം കൊണ്ടും ജനങ്ങളെ ആകർഷിക്കുവാനുള്ള വലിയ കഴിവ് വൃശ്ചികം രാശിക്കാർക്ക് ഈ വാരം പ്രതിനിധാനം ചെയ്യുന്നു. 9-ലെ ചൊവ്വ ശ്രദ്ധിക്കണം. ലഗ്നത്തിലെ സൂര്യനും സാഹസികമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് അതിലൂടെ ധനം നശിക്കുവാനോ പോലീസ് സ്റ്റേഷനിൽ പോകുവാനോ സാധ്യതയുള്ള വാരമാകുന്നു. ഒരു സാഹസികതയും ഈ സമയത്ത് വേണ്ട. കാരണം വൃശ്ചികത്തിലെ സൂര്യൻ സാഹസികനാകുന്നു. വൃശ്ചികത്തിലെ സൂര്യൻ്റെ ആശ്രയ ഫലം അതാകുന്നു. ക്രൂര സാഹസികോ വിഷാർജിതനഃ ശസ്ത്രാന്തക അളിസ്ഥിതേ. ക്രൂര സ്വഭാവങ്ങൾ കാണിക്കും. അതിനെ ഒന്നും കൂടെ പരിപോഷിപ്പിക്കും 9-ലെ ചൊവ്വ അഘവാൻ. അതിനാൽ ഇടിവീരന്മാർക്കും ബോക്സിംഗ് നടത്തുന്ന വൃശ്ചികം രാശിക്കാർക്കും ഈ വാരം തളരാതെ എതിരാളികളുമായി ഫൈറ്റ് യുദ്ധം ചെയ്യാം. വളരെ ശ്രദ്ധിക്കണം. മറ്റുള്ളവർ ഒരു തരത്തിലും എടുത്തുചാടി ബുദ്ധിമുട്ടുകൾ വരാതെ നോക്കണം. പോലീസ് സ്റ്റേഷനുകൾക്ക് കയറി ഇറങ്ങേണ്ടി വരും. അതുമാത്രമല്ല, ഈ വാരം ആരോഗ്യവിഷയം വളരെ ശ്രദ്ധിക്കണം. അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. ആ ചന്ദ്രൻ 8-ൽ നിൽക്കുമ്പോൾ ബഹുമതിഹി, നല്ല ബുദ്ധി ഉണ്ടാകും. വ്യാധിന അർജിത, രോഗത്താൽ ബുദ്ധിമുട്ടുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ശാരീരിക വിഷയം ശ്രദ്ധിക്കണം. വികാരങ്ങളെ നിയന്ത്രിക്കണം. അല്ലെങ്കിൽ ആ വികാരങ്ങൾ അനിയന്ത്രിതമായി നമ്മെ അനാവശ്യമായ സാഹസിക പ്രവർത്തനത്തിലേക്ക് നയിക്കും. അതുമൂലം ബുദ്ധിമുട്ടുകൾ വരും. പഠിതാക്കൾക്ക് ഏറ്റവും നല്ല സമയമാണ്. നന്നായി പഠിക്കാൻ ശ്രമിച്ചാൽ വളരെയധികം ഗുണം പഠനത്തിലൂടെ വരുന്ന വാരമാകുന്നു. അതേ രീതിയിൽ കുട്ടികൾക്കും പഠന വിഷയം, സ്കോളർഷിപ്പുകൾ, അവരുടെ ദൂരയാത്രകൾ ഇതൊക്കെ തയ്യാറാക്കാം. വൃശ്ചികം രാശിക്കാർക്ക് തയ്യാറായി ഇരിക്കണം. വൃശ്ചികം രാശിക്കാർ ലഗ്നത്തിലെ ബുധനാണ്. എല്ലാ അരിഷ്ടതകളെയും ലഗ്നത്തിലെ ബുധൻ മാറ്റും. ബുധോ മൂർത്തികോ മാർജ്യേത് അന്യരിഷ്ടം, ഏത് അരിഷ്ടതകളെയും മാറ്റും. വരിഷ്ഠാധിയോ
വൈഖരി വൃത്തിഭാജക, നല്ല ബുദ്ധി പ്രദാനം ചെയ്യും. തനിക്ക് ചികിത്സ അറിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചികിത്സകൻ്റെ ധർമ്മം എന്താകുന്നു? മറ്റുള്ളവർക്ക് അവരെ നോക്കുക, അവർക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക. ബുധൻ കൺസൾട്ടൻ്റ് പ്ലാനറ്റാണ്. അതിനാൽ കൺസൾട്ടൻസിയിൽ വളരെയധികം ശോഭിക്കും. സ്വന്തം രോഗത്തിന് ചികിത്സയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാലാണ് ഞാൻ സൂചിപ്പിച്ചത് അഷ്ടമത്തിൽ ചന്ദ്രനാണ്. വീട് മെഡിക്കൽ ഷാപ്പാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെ വീടൊരു മെഡിക്കൽ ഷാപ്പാകുന്നു. അതിനാൽ മാനസികവും ശാരീരികവുമായി രോഗാദി അരിഷ്ടതകളെ ശ്രദ്ധിക്കുക. സ്കിൻ പ്രോബ്ലം വളരെയധികം ശ്രദ്ധിക്കണം. സോറിയാസിസ് രോഗികൾ വളരെയധികം ശ്രദ്ധിക്കണം. രോഗം പെട്ടെന്ന്, പ്രത്യേകിച്ച് ത്വഗ് രോഗങ്ങൾ പടരുന്ന വാരമാകുന്നു ഇത്. ഇവിടെ ദോഷപരിഹാരമായി ധർമ്മദേവ സംഗീതത്തിൽ വിളക്ക് കത്തിക്കുക, അവിടെ പ്രാർത്ഥിക്കുക. രോഗികളെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ മൃത്യുഞ്ജയ അർച്ചന അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, നല്ല ബാങ്കിങ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് വളരെ അനുകൂലമായി സമയത്തെ പ്രദാനം ചെയ്യുന്നതാണ്. എല്ലാ വൃശ്ചിക രാശി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല വാരത്തെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ധനുരാശി എന്നാൽ മൂലം, പുരാണം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇന്ന് രാശിയിൽ ശുക്രനുണ്ട്, 3-ാം ഭാവത്തിൽ ശനി, 4-ൽ രാഹു, 6-ാം ഭാവത്തിൽ ഇടവത്തിൽ വ്യാഴം, 7-ാം ഭാവത്തിൽ ചന്ദ്രൻ, അഷ്ടമത്തിൽ ചൊവ്വ, 10-ാം ഭാവത്തിൽ കേതു, 12-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ. രാശിയിൽ ഒരു പരിവർത്തന യോഗം നമുക്ക് കാണാം. വ്യാഴക്ഷേത്രത്തിൽ ശുക്രനും ശുക്രക്ഷേത്രത്തിൽ വ്യാഴവും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു. കുഴപ്പമില്ലാത്തൊരു പരിവർത്തന യോഗമാണ്. ലഗ്നത്തിലെ ശുക്രൻ പലപ്പോഴും നല്ല വസ്ത്രങ്ങൾ, നല്ല ആഭരണങ്ങൾ, ഭോഗാസക്തനായി ജീവിക്കുക എന്നൊരു ഫലമുണ്ട്. താൻ ഭോഗസുഖത്തിന് പ്രാധാന്യം കൊടുക്കും. വിവാഹിതനാകാതെ തന്നെ പല വിവാഹേതര സൗഹൃദങ്ങൾ, ലിവിങ് ടുഗദർ, അത് പുരുഷനായാലും സ്ത്രീ ആയാലും ഈ വാരത്തിൽ പെട്ടെന്ന് തനിക്കിഷ്ടപ്പെടുന്ന ഒരാളെ ജോലി സംഘത്തിൽ കാണുന്നു, അത് പ്രണയത്തിലെത്തുന്നു. പിന്നെ വിവാഹമൊന്നും അവിടെ ഒരു വിഷയമല്ല. ഒരു ലിവിങ് ടുഗദർ കൾച്ചർ വരുന്ന വാരമാണിത്. താൻ എക്സ്പ്രസീവാണ്. തൻ്റെ വസ്ത്രമായാലും നല്ല ഭക്ഷണം കഴിച്ചു, പബ്ലിക്കിൽ പ്രസൻറ്റ് ചെയ്തും എക്സ്പ്രസീവായിട്ട് തൻ്റെ ഇരയെ അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ, അത് പുരുഷനായാലും സ്ത്രീ ആയാലും ആകർഷിക്കുക പരസ്പരം. ആ ഒരു സമയമാകുന്നു. 7-ൽ ചന്ദ്രനും യേശുസ് തീവ്രമതോ മതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീവ്രമായ കാമം വരുന്ന വാരമാകുന്നു 7-ാം ഭാവത്തിൽ, പ്രത്യേകിച്ച് ചന്ദ്രൻ വരുമ്പോൾ. കറുത്തപക്ഷത്തിലെ ചന്ദ്രനാകയാൽ കർമ്മസ്ഥാനത്ത് ധാരാളം ശത്രുക്കൾ വരും. രതി സ്ത്രീജനെ മൃഷ്ടഭുക് ലുബ്ധചേതാഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൃഷ്ടഭുക് ധാരാളം ഭക്ഷിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചു, ലഗ്നത്തിലെ ശുക്രനും ആഡംബരത്തിന് സുഖഭോഗത്തിനും ധാരാളം കാശ് കടം വാങ്ങിയായാലും ചെലവാക്കുന്ന വാരമാകുന്നു. രതി സ്ത്രീജനെ, സ്ത്രീജനങ്ങളിൽ രതിയുണ്ടാകുന്നു. സ്ത്രീകളോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു. അത് വിവാഹ ബന്ധത്തിലുള്ള സ്ത്രീ ആയിരിക്കണമെന്നില്ല, അന്യ സ്ത്രീകളാകാം. ഇവിടെ വിവാഹം ചിന്തിക്കേണ്ടുന്ന ഗ്രഹം 12-ലാണ് സൂര്യനോടുകൂടി. അതിനാൽ ദാമ്പത്യം ഈ ഒരു വാരം അത്ര ശുഭകരമായിരിക്കണമെന്നില്ല. പല വിവാഹേതര സൗഹൃദങ്ങളും വരുന്ന വാരമാണ്, ശ്രദ്ധിക്കുക. കൃഷ്ണപക്ഷേ വിഭക്ഷാഭിഭൂത, കറുത്തപക്ഷത്തിലെ ചന്ദ്രനാണെങ്കിൽ ശത്രുക്കളാൽ ബുദ്ധിമുട്ടുമെന്നാണ്. ഇവിടെ ചന്ദ്രൻ പൗർണമിയൊക്കെ കഴിഞ്ഞ് അമാവാസി തൃതീയ തിഥിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അതിനാൽ ശത്രുദോഷം ധാരാളം വരും. അച്ഛൻ്റെ പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടും. ശ്രദ്ധിക്കണം. അച്ഛനോടും അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരങ്ങളോടും പരസ്പരം ഇടഞ്ഞു നിന്നാൽ അവർ നമുക്ക് പ്രയാസങ്ങളുണ്ടാക്കും, പ്രശ്നങ്ങളുണ്ടാക്കും, നമ്മെ സഹകരിക്കാത്തൊരവസ്ഥ വരും. അതിനാൽ അച്ഛനുമായും അച്ഛൻ്റെ സഹോദരങ്ങളുമായും ഒക്കെ തന്നെ ശത്രുത പുലർത്താതെ നോക്കുക. ശത്രുത പുലർത്തിയാൽ നമുക്ക് അവർ തരേണ്ടുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും. പൂർവോപാസിത ദേവകോപം അശുഭം, ഭാഗ്യാധിപനാഗ്രഹം ദുർബലനായി 12 നിൽക്കുമ്പോൾ പൂർവികർ ഉപാസിച്ചു വന്നിരുന്ന ധർമ്മദൈവത്തിൻ്റെ അശുഭങ്ങൾ വരും എന്നൊരു ഫലം കൂടി ഈ വാരത്തിനുണ്ട്. അതിനാൽ ശ്രദ്ധിക്കുക. ധർമ്മദൈവ പ്രീതി ചെയ്യണം. നിർബന്ധമായും ധർമ്മദൈവ സങ്കേതത്തിൽ സന്ദർശിക്കുക. അവിടെ ഏത് ക്ഷേത്രമായാലും ആ ദേവതകൾക്ക് അനുയോജ്യമായ വഴിപാടുകൾ ചെയ്ത് ഈ ഒരു വാരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുക. ദൗഷ്കൃത്യം സ്വഗുരോഹോ പിതുശ്ച നിധനം ദൈന്യം ശുഭേ ദുർബലേ. 9-ാം ഭാവാധിപൻ ദുർബലമാകുമ്പോൾ ഗുരുവിന് നിഷ്കൃതി ഉണ്ടാകുന്നു. അതിനാൽ ഈ ഒരു വാരം എപ്പോഴും ഗുരുജനങ്ങളുമായി ഈ ഒരു ആസന്നമായ യുദ്ധത്തിൻ്റെ സമയമാകുന്നു.
ഗുരുശാപം വാങ്ങി വെക്കാതിരിക്കണം. പലപ്പോഴും ഗുരുവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വരും ധനുരാശിക്കാർക്ക്. കാരണം അവിടെ നമ്മുടെ മന്ത്രപതി അല്ലെങ്കിൽ പൂർവികമായ പുരാതനമായ പുണ്യം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുന്നു. പലപ്പോഴും തന്നെ മനസ്സ് കലുഷിതമാകുമ്പോൾ താൻ പെട്ടെന്ന് പ്രതികരിക്കും. ആ പ്രതികരണം ഗുരു കാരണവർമാർക്കൊക്കെ ഇഷ്ടമല്ലാത്ത അവസ്ഥ വരും. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. ഉദരരോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന സമയമാണ്. വയറിനെ വളരെ ശ്രദ്ധിക്കണം. പൈൽസ് രോഗത്തിൻ്റെ ആധിക്യം വരുന്ന സമയമാണ്. സന്താനങ്ങൾക്കും വളരെയധികം ക്ലേശങ്ങളുടെ സമയമാകുന്നു. ധനുരാശിക്കാർക്ക് സന്താനപതിയായ ചൊവ്വ നീചസ്ഥനാണ്. അതിനാൽ 12 വയസ്സിന് താഴെയുള്ള മക്കളുടെ പേരിൽ കർഗഹോമവും 12 വയസ്സ് കഴിഞ്ഞ മക്കളുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമമോ വഴിപാടായി കഴിപ്പിക്കുക. മക്കളുടെ പഠന നിലവാരം കുറയും. പലപ്പോഴും മക്കളുമായി ആ വിഷയത്തിൽ പലപ്പോഴും തർക്കിക്കേണ്ടി വരുന്ന അവസ്ഥ വരും. മക്കൾക്ക് വേണ്ടി ഓം വജത് ഭുവേ നമഃ എന്ന പഞ്ചാക്ഷരി മന്ത്രം പ്രാർത്ഥിക്കുക. നല്ല ഫലം വരുന്നതായിരിക്കും. രേഖ നഷ്ടപ്പെടും. അതിനാൽ ദൂരയാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. തൻ്റെ രേഖ നഷ്ടപ്പെട്ട് പാസ്പോർട്ടായില്ലെങ്കിൽ വിസ അല്ലെങ്കിൽ വിലപ്പെട്ട രേഖകളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, പേഴ്സുകൾ, സ്വർണം നഷ്ടപ്പെടുക, ഇതൊക്കെ വരുന്ന വാരമാണ്. അസമയത്തുള്ള യാത്ര ധനുരാശിക്കാർക്ക് ഈ ഒരു വാരം ഉപദേശിക്കില്ല. കാരണം ധനു നിശാരാശിയാണ്. ഗോ അജ അശ്വി, അശ്വി ധനുവാണ്, നിശാരാശിയാണ്. അതിനാൽ 12-ൽ സൂര്യൻ വരുന്നു. രവിർ ദ്വാദശേ നേത്രദോഷം കരുതി, കണ്ണിന് രോഗമുണ്ടാകുന്നു. വിപക്ഷാഹവേ ജായദേശോ ജയശ്രീ, ശത്രുക്കളുമായി യുദ്ധത്തിൽ ജയിക്കും. പക്ഷേ ഇവിടെ സൂര്യൻ ദുർബലമാണ്, ബുധനും ദുർബലമാണ്. അതിനാൽ രേഖാപരമായ വിഷയങ്ങളിൽ മത്സരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയാണ് നാം വേണ്ടത്. പിതൃവ്യാപത ഹാനിരബ്ധപ്രദേശേ, അച്ഛൻ മുതലായവർക്ക് രോഗങ്ങളുണ്ടാകുന്നു. വഴിയിൽ വെച്ച് അപകടമുണ്ടാകും. അതിനാൽ അസമയത്തുള്ള യാത്ര, ദൂരയാത്രകൾ, കാശുമെടുത്തുള്ള യാത്രകൾ അല്ലെങ്കിൽ അസമയത്തുള്ള വാഹനയാത്രകൾ എല്ലാം തന്നെ വളരെ ശ്രദ്ധിക്കുക. ഇവിടെ ദോഷപരിഹാരമായി അച്ഛൻ്റെ പേരിൽ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമമോ പുഷ്പാഞ്ജലിയോ കഴിപ്പിക്കുക. തൻ്റെ പേരിൽ കൂളമാല ജലധാര വഴിപാടായി സമർപ്പിക്കുക. നരസിംഹക്ഷേത്രത്തിൽ പാനകം തുളസിമാലയും വഴിപാടായി സമർപ്പിക്കുക. എല്ലാ പ്രിയപ്പെട്ട ധനുരാശി പ്രേക്ഷകർക്കും നല്ല ശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.